ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. എടാ മോനെ ഫ്രാങ്കോ, ആ വരുന്ന ആരൊക്കെയാണെന്ന് നീയൊന്ന് നോക്കിക്ക്. കയ്യിലിരിക്കുന്ന ആ ബീഡിക്കുറ്റി അവിടെ മാറ്റി പോയി. ദാ വിഷ്ണുവും കൂട്ടരും അവിടെ എത്തിക്കഴിഞ്ഞു. വിഷ്ണു അങ്ങനെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എടാ നീയാണോടാ നസീറിൻ്റെ കൂട്ടുകാരൻ കുറ്റി ഫ്രാങ്കോ? അവൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു, എന്താടാ പൈസയൊക്കെ ഇറങ്ങിയിരിക്കുവാണോ? ആണെങ്കിലേ മോൻ കുറച്ച് പാടുപെടും, മൂട്ടിൽ തീ പിടിക്കും എന്നും പറഞ്ഞ് വിഷ്ണുവിനെ ഒന്ന് തള്ളിയിട്ട് അടിക്കാനായിട്ട് കൈ പൊക്കുന്നു. നമ്മുടെ വിഷ്ണു ഒരൊറ്റടി 4 കണ്ടം മറിഞ്ഞ് അവിടെ പോയി ഇപ്പോൾ ഉണ്ട് ഫ്രാങ്കോ. തീ വിഴുങ്ങുന്നവൻ്റെ മുൻപിലാണോടാ നീ തീപ്പെട്ടി വരച്ച് പേടിപ്പിക്കുന്നത്? നമ്മുടെ വിഷ്ണുവിൻ്റെ ഡയലോഗാ. ഫ്രാങ്കോയ്ക്ക് ചുറ്റും നമ്മുടെ ഓട്ടോറിക്ഷക്കാരെല്ലാവരും അങ്ങ് വട്ടം ചുറ്റി കഴിഞ്ഞു. പെട്ടെന്ന് ഫ്രാങ്കോ അവൻ്റെ പാക്കറ്റിൽ നിന്നൊരു കത്തി എടുത്തിട്ട് നോത്തിട്ട് പറയുന്നു, കോതിക്കളയെല്ലാത്തിനും ഓടിക്കോടാ ഇവിടുന്ന്, ഒരെണ്ണം അടുത്ത് പോകരുത്, മാറിക്കോടാ അങ്ങോട്ട് എന്നൊക്കെ ഫ്രാങ്കോ പറയുന്നുണ്ട്. പുലിമടയ്ക്കകത്ത് ഫ്രാങ്കോ നിൽക്കുന്നെന്നുള്ള വിവരം ഫ്രാങ്കോ അങ്ങ് മറന്നുപോയി. പെട്ടെന്ന് കത്തിയും കൊണ്ട് വിഷ്ണുവിൻ്റെ നേരെ ചെല്ലുമ്പോൾ ആ കത്തിയും കൈയും കൂടെ പിടിച്ചൊരു തിരിതിരിക്കുന്നുണ്ട് വിഷ്ണു. ആ കത്തി തെറിച്ച് ദൂരോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് തിരിച്ചൊരു ഒറ്റടിയുടെ അടിക്കും അവൻ പറന്നു പോയൊരു മരത്തെ ചാരിങ്ങ് നിൽക്കുവാണ്. അപ്പോഴേ നമ്മുടെ കമലനും മറ്റുള്ളവരോടങ്ങ് വട്ടം ചുറ്റി അടിയും ഇടിയും തുടങ്ങി. എടാ, എൻ്റെ അച്ഛനെ അമ്മയെ ഉപദ്രവിച്ചിട്ടേ നീ കൊണ്ടുപോയ പണം എവിടാടാ? അത് നീ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ വായ്ക്കകത്ത് വെച്ച് തോട്ട ഞാൻ പൊട്ടിക്കൂടെ പന്നി എന്നും പറഞ്ഞ് ചെവിക്കുറ്റിക്കൊരൊറ്റടി. എടാ പറയടാ പന്നേനെ എന്നും പറഞ്ഞ് കഴുത്തേ കയറി പിടിക്കുവാണ്. ഫ്രാങ്കോ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വിഷ്ണു തന്നാണോ എന്ന് അവന് സംശയം. കാരണം കണ്ണിന് തീ പറക്കുന്ന നോട്ടമാണ് വിഷ്ണുവിൻ്റെത്. അങ്ങനെ ഫ്രാങ്കോയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു ഓട്ടോറിക്ഷയിൽ വിഷ്ണുവും കമലനും കൂടെ സത്യാമ്മയുടെ അടുത്തോട്ട് വരുവാണ്. വിജയശ്രീലാളിതനായി വലിയ യോദ്ധാവിനെ പോലെ നമ്മുടെ കമലൻ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. സത്യാമ്മ അകത്തൊന്ന് ഓടി വന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. വിഷ്ണു എന്തോ ഒന്ന് കമലനോട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. കമലനാണെങ്കിൽ അവൻ്റെ പുറകുവശത്ത് എന്തോ ഒന്ന് മറച്ചു വെച്ചോണ്ട് ഒരു കള്ളച്ചിരിയോടാണ് അങ്ങോട്ട് വരുന്നത്. സത്യാമ്മ വിഷ്ണുവിനോട് ചോദിക്കുന്നത്, എടാ അവനെ കണ്ടോടാ, പൈസ കിട്ടിയോ? ഇല്ലമ്മേ, അത് ഞങ്ങൾ കുറേ ശ്രമിച്ചതാ. പക്ഷേ അമ്മ അവൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാടാ അത് എഴുതി പോക്കറ്റിട്ടുണ്ട് നടക്കാനോ? വിഷ്ണുവിനാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല. കമലൻ പറയുക, അല്ല സത്യാമ്മേ, ആശാനത്. എടാ നീ മിണ്ടിപ്പോകരുത്, അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാവടാ, ഒരു ഗുണവും ഇല്ലാത്തവന്മാർ. എടാ അവനെ കൺമുന്നിൽ കണ്ടതല്ലായിരുന്നോ? അവനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഈ ജന്മത്തി വഴിക്കൂടെ വരുമോ? വിഷ്ണു ചിരി ഉള്ളിൽ അടക്കിക്കൊണ്ട് പറയുക, അതൊക്കെ വരുവമ്മേ, അവനെ ഞാൻ പൊക്കിയിരിക്കും. അമ്മ അത് ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളിപ്പോൾ വന്നത് വേറെ ഒരു കാര്യത്തിനാണ്. അമ്മയൊന്ന് കണ്ണടയ്ക്കമ്മേ. എന്തിനാ? അമ്മയൊന്ന് കണ്ണടക്കി ഓടാ അവിടെ നിന്ന് ഓരോന്ന് ചുമ്മാതെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അമ്മയ്ക്കൊന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞ കണ്ണടച്ചൂടെ? അപ്പം നമ്മുടെ കമലനും ചിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ഇതാണ് ഇവൻ ഏതാണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അത് തരാൻ വേണ്ടിയിട്ടല്ലേ അമ്മേ കണ്ണൊന്ന് അടയ്ക്കാൻ പറഞ്ഞ്. എടാ നിനക്കൊക്കെ എന്താടാ? ആ പൈസ എടുത്തുകൊണ്ട് പോയവനെ കൺമുന്നിൽ കണ്ടിട്ടും അത് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നിൽക്കുവാ ഞാൻ. അപ്പോഴാ അവൻ്റെയൊക്കെ ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞ് സത്യാമ്മ അകത്തോട്ട് പോകാൻ വരുമ്പോൾ അവിടെ നിന്നേ എവിടെ പോന്ന് എന്നും പറഞ്ഞ് സത്യാമ്മയെ പിടിച്ചവിടെ നിർത്തുവാണ് വിഷ്ണു. എൻ്റെ അമ്മയെ ഒന്ന് കണ്ണടയ്ക്കമ്മേ. എന്തിനാടാ കണ്ണടയ്ക്കേണ്ടത്? സത്യാമ്മയെ കണ്ണടയ്ക്കും സത്യാമ്മ എന്ന് കമലനും പറയും. ഓ, ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട എന്നും പറഞ്ഞ് സത്യാമ്മ കണ്ണടയ്ക്കുവാണ്. 2 കൈ കൊണ്ടും കണ്ണും പൊത്തി നിൽക്കുന്ന സത്യാമ്മയോട് വിഷ്ണു പറയുന്നു, ഞാൻ പറയാതെ കണ്ണ് തുറക്കല്ലേ, സാധനം എടുക്കട്ടെ. കമലൻ പെട്ടെന്ന് കൊണ്ടുവന്ന ആ ബാഗിൽ നിന്ന് സത്യാമ്മയുടെ പൈസയും കവറും അങ്ങോട്ട് എടുക്കുവാണ്. എന്നിട്ട് വിഷ്ണു പറയാ, അമ്മേ കണ്ണ് തുറക്കാതെ അമ്മയെ കൈയൊന്ന് നീട്ടിക്കേ. എന്തോ നാടാ കൊച്ചു പിള്ളേരെ കളിപ്പിക്കുന്ന പോലെ എന്നും പറഞ്ഞ് സത്യാമ്മ കൈ നീട്ടുന്നുണ്ട്. വിഷ്ണു ചിരിച്ചോണ്ട് അന്ന് സത്യാമ്മ പൊതിഞ്ഞു വെച്ചിരുന്ന ആ കവറോടെ തന്നെ ആ പൈസ സത്യാമ്മയുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുവാണ്. ഇനി എൻ്റെ അമ്മയൊന്ന് കണ്ണ് തുറന്നേ. എന്താടാ ഇത്? അത് അമ്മ തുറന്നു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ സത്യാമ്മയെ സഞ്ചി തുറന്നു നോക്കുമ്പോൾ നിറയെ നോട്ടുകെട്ടുകളാണ്. അയ്യോ പൈസ, ഇത് എവിടുന്നാടാ ഈ പൈസ? അമ്മ, ഇത് അമ്മയുടെ പൈസ തന്നെ, എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മയുടെ സ്വന്തം പൈസ. അമ്മ പാചക മത്സരത്തിൽ ജയിച്ച പൈസ ഇല്ലേ, ആ പൈസ ഇത്. സത്യാമ്മയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം. ആ നോട്ടുകെട്ടുകൾ എടുത്ത് കണ്ണിലൊക്കെ വെച്ചങ്ങോട്ട് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നീ അവനെ കണ്ട് ഇല്ലേ? അപ്പോൾ കമലൻ പറയാ, കാണുക മാത്രമല്ല കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ 1-2 ദിവസത്തേക്കൊന്നും അവന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി ഇടിയല്ലയോ എൻ്റെ ആശാൻ കൊടുത്തിരിക്കുന്നത്. ഈശ്വര, ഇപ്പോഴേ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? എടാ നിങ്ങൾ 2 പേരും ഇരിക്കും, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. സത്യാമ്മയുടെ മുഖത്തെ സന്തോഷം അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. രാഘവേട്ട നമ്മുടെ പൈസ അതാ കിട്ടി, വിഷ്ണു കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടാണ് സത്യാമ്മ അകത്തോട്ട് ഓടിപ്പോകുന്നത്.
നമ്മുടെ കമലൻ പറഞ്ഞ സത്യമേ ചായ മാത്രം പോരാ, എന്തെങ്കിലും കഴിക്കാനും കൂടെ എടുത്തോണേ, നല്ല വിശപ്പുണ്ട്, നല്ലൊരു അടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വരവാണേ. വിഷ്ണു പറയാം. അമ്മയുടെ മുഖത്തെ ഒരു സന്തോഷം കണ്ടു, ആ കാശ് കിട്ടിയതിൻ്റെ സ്നേഹപാടാ നമ്മളോട്. സത്യാമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴാശാനെ ആ അടി കൊടുത്തതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിയത്. എന്നാലും ആശാൻ്റെ ഇടിക്ക പഴയ പഞ്ചങ്ങോട്ട് കിട്ടിയില്ല. കുഴപ്പമില്ല, അടുത്തതിന് ശ്രദ്ധിച്ചാൽ മതി. എടാ മോനെ കമല, നീ എന്നെ പഴയ ഗുണ്ടയാക്കാനുള്ള പരിപാടിയല്ലേ? വെറുതെ അല്ല ഇവൻ്റെ ഈ പ്രോത്സാഹനമൊക്കെ. വേണ്ട മോനെ, എനിക്കിപ്പോൾ കുടുംബവും പ്രാരാബ്ദമൊക്കെ ഉള്ളതാ, പഴയതുപോലൊന്നും കാള കളിച്ച് നടക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പുറകെ ജീപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ചന്ദ്രബോസ് ആ വണ്ടിയിൽ നിന്നോട്ട് ഇറങ്ങി വിഷ്ണുവിനെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് വരുവാണ്. അപ്പോഴേക്കും ജീപ്പിൽ നിന്ന് കുറേ പോലീസുകാരും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അവരെയൊക്കെ കണ്ടോണ്ട് വിഷ്ണു പറയുന്ന, എടാ കമല, കോളനിയിൽ അടിയേ കുഴപ്പമായെന്നാ തോന്നുന്നത്. സത്യാമ്മയും പൊന്നിയും അകത്തുനിന്ന് ചായയും പലഹാരവും ഒക്കെ എടുത്തുകൊണ്ടിട്ട് വരുവാണ്. അപ്പോഴാണ് ചന്ദ്രബോസ് മുന്നിലോട്ട് വന്ന് നിൽക്കുന്നത്. ചന്ദ്രബോസ് വിഷ്ണുവിനോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ ഗുണ്ടായുസവും പിടിച്ചുപറിയൊക്കെ തുടങ്ങിയോടാ? അത് കേട്ടിട്ട് നമ്മുടെ സത്യാമ്മ ചോദിക്കുന്നു, എന്താ സാറേ, എന്താ ഉണ്ടായത്? അതേ, മോനിപ്പോൾ കിട്ടുന്ന ഒന്നും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്, അതുകൊണ്ട് ഇവനെ ഇപ്പോൾ പിടിച്ചുപറിയും കൂടെ തുടങ്ങിയിരിക്കുക. ഇവൻ തന്നെ ആ പെണ്ണിൻ്റെ സ്വർണം എടുത്തത്. വിഷ്ണു പറയുന്നുണ്ട്, ഞാനും ആ സ്വർണ്ണമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞതാ, മനഃപൂർവ്വം ആ കുറ്റം എൻ്റെ തലയിൽ ഏൽപ്പിക്കാനായിട്ട് വന്നതാണോ? എടാ, നീ തന്നെയാണ് ആ സ്വർണം എടുത്തിരിക്കുന്നത്. അതിനുള്ള നല്ല വ്യക്തമായ തെളിവ് കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ത് തെളിവും കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ചുമ്മാ പേടിപ്പിക്കാതെ വന്ന വഴി പോകാൻ നോക്ക്, വെറുതെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ട്. എടാ, പോലീസുകാരെ നീ ആട്ടിപ്പായിക്കുന്നോളാ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ കയറി പിടിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നിന്നെയും കൊണ്ട് പോയിട്ടേ ഉള്ളടാ കാര്യം, വന്ന് കയറടാ ജീപ്പിനകത്ത്, കൈയിടടാ ചന്ദ്രബോസ് എന്നും പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ കൈ പിടിച്ചിട്ട് ഒറ്റ തള്ളുന്നുണ്ട് വിഷ്ണു. സത്യാമ്മ ചോദിക്കുന്നു, നിങ്ങൾ എന്തോ കാണിക്കുന്നത്? വീട്ടിനകത്ത് കയറി കയ്യാങ്കളി കാണിക്കുന്നു. അതെ, ഇങ്ങനെയുള്ള മക്കളുണ്ടായാലേ ഇതുപോലെ കയറി കയ്യാങ്കളിയൊക്കെ കാണിക്കേണ്ടി വരും. ഇനി പോലീസ് മർദ്ദനം കൂടെ നിങ്ങളുടെ കൺമുന്നിൽ കാണണ്ടായെങ്കിൽ ഇവനോട് മര്യാദയ്ക്ക് ഇവൻ്റെ മസിൽ പിടുത്തം കളഞ്ഞേച്ച് വന്ന് ജീപ്പിൽ കയറാൻ പറ. വിഷ്ണു ചന്ദ്രബോസിനോട് ചോദിക്കുന്നു, ആ പെൺകുട്ടിയുടെ സ്വർണം ഞാൻ എടുത്തിട്ടില്ലെന്നും നിങ്ങൾ എൻ്റെ ഓട്ടോ പരിശോധിച്ച് അത് വ്യക്തമാക്കുകയും ചെയ്തതല്ലേ? പിന്നെ ഇപ്പം ഈ കയ്യേറ്റം കാണിക്കുന്നത് നിങ്ങൾ എന്തിൻ്റെ പേരിലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ എടുത്തെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കടോ. എനിക്കത് ബോധ്യപ്പെട്ടാൽ ഞാൻ വരും, നിങ്ങൾ വിളിക്കുന്ന എവിടേക്കായാലും. പക്ഷേ അതെനിക്ക് ബോധ്യപ്പെടുത്തണം. അത് കേട്ട താമസം ചന്ദ്രബോസ് പറയുന്നു, എടോ സോമശേഖര, വിളിച്ചുകൊണ്ട് കാണിക്കടോ അവൻ ആവശ്യപ്പെടുന്ന തെളിവ്. ഇറക്കിക്കൊണ്ട് വാടോ അവളെ എന്ന് പറയുമ്പോൾ ഒരു വനിതാ പോലീസ് ജീപ്പിനടുത്തോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങടി എന്ന് പറയുമ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ശാന്തയെ കണ്ടതും അവരെല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ ശാന്ത എന്നും പറഞ്ഞ സത്യാമ്മ ഇങ്ങനെ വാവത്തുവാണ്. നടക്കടി അങ്ങോട്ട് എന്നും പറഞ്ഞാൽ പോലീസുകാരി ശാന്തയെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കരഞ്ഞു കലങ്ങി നിൽക്കുന്ന ശാന്തയോട് ചന്ദ്രബോസ് പറഞ്ഞു കൊടുക്കടി, സ്വർണത്തിൻ്റെ കാര്യം ഏതറ്റം വരെയാണ് പോയിരിക്കുന്നതെന്ന്. വിഷ്ണു സാറൊന്ന് കേൾക്കട്ടെ. അപ്പോൾ പോലീസുകാരിയും പറയടി, നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന്. എന്തൊക്കെയോ പന്തികേടുകൾ പറ്റിയിട്ടുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി. വിഷ്ണു ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ്. ശാന്ത പറയുക, ഞാൻ പറയാം. സത്യാമ്മ പൊന്നിക്കും ശാന്തയ്ക്കും ശമ്പളം കൊടുക്കുന്ന ദിവസമായിരുന്നു. സത്യാമ്മ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ശമ്പളമൊക്കെ കൊടുത്തു. സത്യാമ്മ എന്നും വൈകിട്ടാണ് ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം തരുന്നത്. അന്നും പതിവ് പോലെ ഞങ്ങൾക്ക് ശമ്പളമൊക്കെ തന്നു. പൊന്നിക്കായിരുന്നു ആദ്യം പൈസ കൊടുത്തത്. അപ്പോൾ എന്തോ ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് പൊന്നി അങ്ങ് ആദ്യം പോയി. പിന്നെ സത്യാമ്മ പറഞ്ഞ എന്തോ ഒരു പണിയൂടെ തീർത്തിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ പുറത്ത് കിടക്കുന്ന വിഷ്ണു കുഞ്ഞിൻ്റെ ഓട്ടോയുടെ അടുത്ത് ഒരു മാല കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പോയത് എടുത്തു നോക്കി. ആ മാല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ വീട്ടിലെ ആരുടെയോ അല്ലെന്ന്, ഏതോ യാത്രക്കാരുടെ ആകാനാണ് സാധ്യതയെന്ന്. എന്തുകൊണ്ടോ എനിക്ക് ആ മാല സത്യാമ്മയെ ഏൽപ്പിക്കാൻ അപ്പം തോന്നിയില്ല. അതൊരു പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ആ മാല ആരും കാണാതെ ബാഗിലിട്ടുകൊണ്ട് പോയി സ്വർണ്ണക്കടയിൽ പോവുമായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് ആ മാല വിൽക്കാൻ ഞാൻ ഒരുങ്ങി. ആ സെയിൽസ്മാൻ്റെ കയ്യിൽ ഞാൻ ആ മാല കൊടുത്തപ്പോൾ അയാൾ ആ മാല എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുന്ന കണ്ട്. അപ്പോഴാണ് ആ സെയിൽസ്മാൻ ഓർമ്മ വന്നത്. ആ കടയിൽ വന്ന ഒരു പെൺകുട്ടി സ്വർണ്ണം എടുത്തിരുന്നതും അത് നഷ്ടപ്പെട്ട് അതിൻ്റെ അച്ഛനുമായിട്ട് വന്ന് അവിടെ നിന്ന് പരാതിപ്പെട്ടതും പോലീസ് വന്നതും ഒക്കെ ആ സെയിൽസ്മാൻ ഓർമ്മ വരുവാണ്. സംശയത്തിൻ്റെ പേരിൽ സെയിൽസ്മാൻ ചോദിച്ചപ്പോൾ ഈ മാല എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെതാ, ഒരത്യാവശ്യം വന്നുകൊണ്ട് വിൽക്കാനൊരുങ്ങുക എന്നാണ് ശാന്തയോടെ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ ഓണറോട് ഞാൻ ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞാണ് ആ സെയിൽസ്മാൻ ഓണറിൻ്റെ അടുത്ത് പോയാൽ, സാറേ ഇത് ഇന്നലെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ സ്വർണ്ണമാലയായത്, ഇത് എവിടുന്ന് കിട്ടി? അതുകൊണ്ട് അവർ കൊണ്ടുവന്നതാ.
നീ ഒരു കാര്യം ചെയ്യ്, അവരോട് അവിടെ ഇരിക്കാൻ പറ, ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം എന്നും പറഞ്ഞാണ് ആ ജുവലറിയുടെ ഓണർ ചന്ദ്രബോസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വിഷ്ണുവും സത്യാമ്മയെല്ലാം ദേഷ്യം കൊണ്ട് തിളച്ചു നിൽക്കുവാണ്. ശാന്ത പറയുക, മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ല, എൻ്റെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയതാ. അപ്പോഴകത്തുനിന്ന് താണ്ട വരുന്നുണ്ട് നമ്മുടെ രാഘവേട്ടൻ. ഇതെന്താ വീണ്ടും പോലീസൊക്കെ വന്നത്? പൊന്നി പറയുന്ന അതെ, ആ സ്വർണത്തിൻ്റെ കേസാ. ആ സ്വർണത്തിൻ്റെ ബാക്കി ശാന്തേച്ചിയിലുണ്ടെന്നാണ് പറയുന്നത്. ചന്ദ്രബോസ് അങ്ങനെ ജയിച്ച സന്തോഷത്തിൽ പറയുക, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇവക്ക് ഈ സ്വർണ്ണമാല കിട്ടിയത് ഈ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന്, അതായത് കാണാതായ സ്വർണത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മാല. അപ്പോൾ പിന്നെ കാണാതെ പോയ സ്വർണ്ണം ഇവിടെ തന്നെ ബാക്കി കാണുമല്ലോ. അങ്ങനെ ആ സ്വർണ്ണം ഇവിടെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ മാല മാത്രം അവൾക്ക് ഇവിടുന്ന് കിട്ടിയത്. അതിങ്ങെടുക്കടോ എന്നിങ്ങനെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനോട് പറയുമ്പോൾ അയാൾ ആ മാല എടുത്ത് കൊടുക്കുന്നുണ്ട് ചന്ദ്രബോസിൻ്റെ കയ്യിലോട്ട്. ദൈവമേ, ആ മാല കാണുമ്പോൾ രാഘവേട്ടൻ ഇനി എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്. ഇനി വേണമെങ്കിൽ രാഘവേട്ടനെ കറക്റ്റായിട്ട് ഓർമ്മയും തിരിച്ചു കിട്ടിയെന്ന് വരും. ഇതാണ് തൊണ്ടി മുതലായി കിട്ടിയിരിക്കുന്ന ആ സ്വർണ്ണമാല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ നീട്ടി കാണിക്കുന്നുണ്ട്. അയ്യോ, രാഘവേട്ടൻ്റെ മുഖമൊക്കെ മാറാൻ തുടങ്ങുന്നു, കണ്ണൊക്കെ തുറിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണോ രാഘവേട്ടൻ വിളിച്ചു കൂവാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി സ്വർണ്ണമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ നമ്മുടെ രാഘവേട്ടൻ ഓർമ്മ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ ഇരുന്ന പെട്ടി തുറന്നതും സ്വർണ്ണം ഇങ്ങനെ വാരി നോക്കിയതും രാഘവേട്ടൻ്റെ തലമണ്ടയ്ക്കകത്തോട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ചന്ദ്രബോസ് വിഷ്ണുവിനെ നോക്കി പറയുന്നു, അപ്പോൾ ഇനി എൻ്റെ അടുത്ത ചോദ്യം, ബാക്കി സ്വർണ്ണം എവിടെ? അതോ ഇനി ഇവള് ചെയ്ത പോലെ വേറെ ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയി വിറ്റോ? ഇനി നീ ഒളിക്കാനും മറയ്ക്കാനും ഒന്നും നോക്കണ്ട വിഷ്ണു, തെളിവുകളെല്ലാം നിനക്കെതിരാണ്. താണ്ട ഈ നിൽക്കുന്ന ഇവള് വരെ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ ഞങ്ങളോട് സഹകരിക്കാതെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ നിന്നെ ബലം പ്രയോഗിക്കേണ്ടി വരും. അതെ, പിന്നെ നിൻ്റെ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതിന് നീ വഴി ഒരുക്കണോടാ. അതോ നല്ല അനുസരണയുള്ള മര്യാദരാമനെ പോലെ നീ വന്ന് ജീപ്പിൽ കയറുന്നോ? ചന്ദ്രബോസെ, ഞാൻ വീണ്ടും പറയുക, എനിക്ക് സ്വർണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നിങ്ങനെ വിഷ്ണു പറയും. ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ ചെവിക്കുറ്റിക്കൊരൊറ്റടി. ഓർക്കാപ്പുറത്തുള്ള അടികൊണ്ട് വിഷ്ണു പോയി രാഘവേട്ടൻ്റെ ദേഹത്തോട്ട് വീഴുവാണ്. പെട്ടെന്ന് രാഘവേട്ടൻ വിഷ്ണുവിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ, എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ, അവൻ നിരപരാധിയാണ്. മാറി നിൽക്കടോ കിഴവ അങ്ങോട്ടെന്നും പറഞ്ഞ് രാഘവേട്ടനെ പിടിച്ച് തള്ളി വീഴ്ത്തുന്നുണ്ട്. അത് കണ്ട് സഹിക്കാനാവാതെ വിഷ്ണു, എടാ നായ പന്നേനെ, നീ എൻ്റെ അച്ഛനെ എന്നും പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ കഴുത്തിന് പിടിച്ച് അമക്കുവാണ്. അപ്പോഴേ കൂടെ വന്ന പോലീസുകാരെല്ലാം വിഷ്ണുവിനെ അങ്ങ് പൊതിഞ്ഞു കഴിഞ്ഞു. വിഷ്ണു അവരെയെല്ലാം തള്ളി മാറ്റി എറിഞ്ഞിട്ട് ചന്ദ്രബോസിനോട് പറയുന്നു, ധൈര്യമുണ്ടേ അടിക്കടാ നീ എന്നെ. അപ്പോഴേ ചന്ദ്രബോസിനൊരു പേടിയില്ലാതില്ല. എടാ, നിനക്ക് കേസുകൾ വന്നങ്ങ് കൂടുവാണല്ലോടാ. എടാ, ഈറ്റില്ലത്തിൽ കയറുന്നതിന് മുമ്പ് നാട്ടിലുള്ള അടിയൊക്കെ ഏറുന്ന മേടിക്കുമെന്ന് നിർബന്ധം ഉണ്ടോടാ നിനക്ക്? എടാ, ഈ സ്വർണം കട്ട കേസ് വന്ന് നിൽക്കുന്നതേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലാണ്. അവളുടെ കല്യാണമെങ്ങാണ്ട് മുടങ്ങിയാൽ ആ ഒരു ശാപം കൂടെ നിന്നെ തലയിൽ വന്ന് വീഴുവടാ. എടാ, ഇതൊക്കെ അനുഭവിച്ച് തീർക്കാനേ വിഷ്ണു എന്ന ഒരു പേര് മാത്രമേ നിനക്കുള്ളൂ, അല്ലാതെ 10 അവതാരമൊന്നും നിനക്കില്ല. അതൊക്കെ അങ്ങ് കഥകളിലേ ഉള്ളടാ. ഇത് ജീവിതമാണ്. പിന്നെ ഇതിൽ കുറേ അധികം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരാ. എടാ, സൃഷ്ടിയും പരിപാലനവും ഏറ്റവും പവിത്രമായ നിഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നത് ഞങ്ങളെപ്പോലെ കാക്കിയിട്ട പോലീസുകാരാടാ. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. പുതിയതായിട്ട് ഇനി ഒരു വെളിച്ചവും വരാനുമില്ല. ഇത് പറയുന്ന ചന്ദ്രബോസാടാ, ACP ചന്ദ്രബോസ്. എന്ത് ചെയ്യാനാ വിഷ്ണു ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുവാണ്. ആ വിധത്തിലാണല്ലോ രാഘവേട്ടനും ശാന്തയും കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കാണിക്കടാ. ഞാൻ പൂട്ടിയ ഈ പൂട്ടിൽ നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ട് പോകാൻ വരുന്ന എൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ ഏത് അവതാരമാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടടാ എന്ന് വെല്ലുവിളിക്കുവാണ് ചന്ദ്രബോസ്. എടാ, ചന്ദ്രബോസിൻ്റെ തലയ്ക്ക് മേലെ പറക്കാൻ കഴിവുള്ള അങ്ങനെ ഒരു അവതാരം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണോടാ. അത് കേട്ടിട്ട് അത്രയും നേരം മിണ്ടാതിരുന്ന വിഷ്ണു പറയുക, ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാർ എന്നെ കാക്കുമെന്ന് എനിക്ക് സംശയമില്ലാത്ത കാലത്തോളം ചന്ദ്രബോസ് നീ കരുതി വെച്ചിരിക്കുന്ന ഒരു പൂട്ടും എൻ്റെ കയ്യിൽ വീഴില്ലടാ. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരത്തെ അല്ലേ നീ വെല്ലുവിളിച്ചത്? ആ അവതാരങ്ങളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചത് നിന്നെപ്പോലുള്ള കാട്ടാളക്കൂട്ടങ്ങളെ നിഗ്രഹിക്കാനാടാ. ആ ഒരു കൂട്ടായ ശക്തിയുടെ പിൻബലം കൊണ്ടുകൊണ്ട് ഞാൻ പറയുവാടാ, എൻ്റെ രക്ഷ അത് വരും. ഇനി അതാര് തടുത്താലും. നീ ഇവിടെ വലിയ പെർഫോമൻസ് എല്ലാം കാണിച്ചല്ലോ, എന്നിട്ട് ഞാനിവിടെ ഈ പന പോലെ നിൽക്കുന്ന എന്താണെന്നറിയാവോടാ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അത്രയും ഉറച്ച മനസ്സോട് നിന്നുകൊണ്ട് ഞാൻ പറയുക, ഇതിൽ എനിക്ക് പങ്കില്ല. അത് മാത്രമല്ല, ഈ സ്വർണത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തുമില്ല. എടോ സോമശേഖര, ഇവൻ്റെ കവലപ്രസംഗം
പ്രസംഗം കേൾക്കാതെ ഇവനെ പിടിച്ച ജീപ്പിലോട്ട് ഇടോ ഈ തെമ്മാടിയെ. രാഘവേട്ടൻ അവിടെ നിന്ന് അയ്യോ സാറേ കൊണ്ടുപോകല്ലേ, എൻ്റെ മോൻ നിരപരാധിയാണ് എന്നൊക്കെ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. ഇടാ ഇങ്ങോട്ട് വന്ന് കേറടാ എന്നിങ്ങനെ പോലീസുകാരൻ പറയുകയും ദാണ്ട വരുന്നു നമ്മുടെ ശാലിനി. ചന്ദ്രബോസ് പറഞ്ഞല്ലോ ആരാടാ നിന്നെ രക്ഷിക്കുന്ന, ഏത് അവതാരമാണ് എനിക്ക് കാണണമെന്ന്. എന്നാൽ ദാ വന്നിരിക്കുന്ന അവതാരമൂർത്തിയായിട്ട് നമ്മുടെ ശാലിനി വരുന്നത് കണ്ടതും ചന്ദ്രബോസ് ആകെ ഞെട്ടി അവിടെ നിൽക്കുവാണ്. വിഷ്ണുവിൻ്റെ നിരപരാധിത്വം എന്തുവായാലും ശാലിനി തെളിയിക്കും. ചന്ദ്രബോസിൻ്റെ കളിയൊന്നും ഇനി അവിടെ നടക്കത്തില്ലെന്ന് ചന്ദ്രബോസിന് മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ചന്ദ്രബോസിന് ശാലിനിയുടെ മുന്നിൽ ആ കേസിനെക്കുറിച്ചുള്ള തെളിവുകൾ എന്തൊക്കെയാണ് നിരത്താനുള്ളതും ശാലിനി ആ തെളിവുകളെയൊക്കെ എങ്ങനെയാണ് മറിച്ചൊടിക്കുന്നതും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.